ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇതിൻ്റെ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് തുണികൾ അലക്കിയത് മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി നീറ്റാക്കി വെക്കുകയാണ്. ഇന്നിപ്പം കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തുണികളൊക്കെ ടി വിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് റിലാക്സ് ആയിട്ട് അങ്ങനെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ആടുജീവിതം ഇൻ്റർവ്യൂ ഇല്ലേ, അതൊക്കെ കണ്ട് അങ്ങനെ മടക്കിയെടുക്കുകയാണ്. അങ്ങനെ തുണി മടക്കലൊക്കെ കഴിഞ്ഞു, എല്ലാം കബോർഡിലേക്ക് എടുത്തു വെച്ചു. ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായിട്ട് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ബസ്സിലാണ് കേട്ടോ നമ്മൾ പോയത്. ഞങ്ങൾ 3 പേർക്കും ഒരു ഫുൾ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ അടിപൊളിയായിട്ട് പോവുകയാണ്. ഇന്നിപ്പം ചൂടൊക്കെ അല്പം കുറവുണ്ട്. ചെറിയൊരു മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. നട്ടുച്ചയ്ക്കാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും 12 മണിയൊക്കെ ആയി. പക്ഷേ അധികം ചൂടൊന്നുമില്ല, നല്ല കാറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ ബസ് യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ തമ്പാനൂർ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചു. നേരെ ട്രാവൻകൂർ മാളിലേക്കാണ് കേട്ടോ പോയത്. ലുലു മാളിൽ നമ്മൾ 2-3 തവണ പോയിട്ടുണ്ടെങ്കിലും ട്രാവൻകൂർ മാള് തുടങ്ങിയതിന് ശേഷം ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഒന്ന് കാണണം, പോകണമെന്നൊക്കെ. അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ മക്കൾ പിന്നെ നോമ്പാണ് എങ്കിലും നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒന്നും ഇല്ലാതെ ഡ്രസ്സ് എടുക്കാൻ പോവല്ലേ, അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അങ്ങനെ കുറച്ച് സമയം യാത്ര ചെയ്ത ശേഷം നമ്മളിതാ ട്രാവൻകൂർ മാളിലെത്തി. അപ്പോൾ ഇത് ചാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങ് എത്തണ്ട, അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേരറിയില്ല. ഓട്ടോ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ട് നമ്മളിതാ മാളിനുള്ളിലേക്ക് കടന്നു. ഇനി പുറത്തുള്ള ചൂടും സംഭവങ്ങളൊന്നും അറിയില്ല, ഫുൾ AC ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു 2-3 മണിക്കൂർ എന്തായാലും പോവും. ആദ്യം തന്നെ കാണുന്ന ആ ഒരു ഭാഗത്ത് ഫുള്ള് മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കടന്നതിന് ശേഷം നമ്മളിത് ഡ്രസ്സിൻ്റെ ഏരിയ എവിടെയാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ട്രെൻഡ്സ്, മാക്സ്, സുഡിയോ അത്തരത്തിലുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ അന്വേഷിച്ചുള്ള നടത്തയാണ് ഇനി. ആദ്യം മക്കൾക്കുള്ള ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ സുഡിയോയിലേക്കാണ് കേട്ടോ കയറിയത്. അപ്പോൾ സുഡിയോയിൽ കുട്ടികളുടെ കളക്ഷൻ അത്ര പോരായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ രാമചന്ദ്രയിലേക്ക് കയറി. അവിടെ മക്കൾക്കുള്ളത് നല്ലതൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ആദ്യം എനിക്കും ഇക്കാക്കും ഉള്ളത് എടുത്തതിന് ശേഷം മക്കൾക്കുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. ലേഡീസിൻ്റെയൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലും ഈ ഒരു കോട്ടൺ മെറ്റീരിയൽസാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാറാണ് കേട്ടോ ആദ്യം നോക്കിയത്. ഒരു 3 എണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം ഞാനത് ഇട്ട് നോക്കുന്നുണ്ട്. 3ഉം ഒരു 2000-3000 റേഞ്ചിൽ വരുന്നതാണ്. ഇത് 3 എണ്ണത്തിൽ ഒരെണ്ണമാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ അതേതാണെന്ന് ഒന്ന് ഗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കട്ടെ, നിങ്ങളുടെ ഗസ്സിങ് എത്രത്തോളം ശരിയാവുന്നുണ്ടെന്ന് വെറുതെ ഒന്ന് നോക്കാമല്ലോ. അങ്ങനെ എനിക്കുള്ളത് കിട്ടി. ഇനിയിപ്പോൾ ഇക്കാക്കുള്ളതൊന്ന് സെലക്ട് ചെയ്യാണ്. ജെൻസിൻ്റെയും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഓരോന്നായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞാനും 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ എടുക്കാമല്ലോ. ആൾ തനിയെ തന്നെ സെലക്ട് ചെയ്യും, എങ്കിലും എന്നോട് അഭിപ്രായം ചോദിക്കും കേട്ടോ. ഇതെങ്ങനെയുണ്ട്, ഇത് മുണ്ടിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അത് മുണ്ടിൻ്റെ കൂടെ അത്ര പോരാ, അല്ലെങ്കിൽ പാൻസിൻ്റെ കൂടെയാണ് സൂപ്പർ എന്നൊക്കെ പറയും. അങ്ങനെ ഇക്കാക്ക് തന്നെ കുറേ സമയം വേണം. ആ ഒരു സെക്ഷനിൽ തന്നെ അങ്ങനെ നമ്മൾ നോക്കി നോക്കി നടക്കും. എന്നിട്ട് വല്ല വിധേനയും ട്രയൽ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നും ഇട്ട് നോക്കലാണ്. അപ്പോഴും അഭിപ്രായം ചോദിക്കൽ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ ഈ ഒരു ബ്ലൂവും ആ ഒരു ക്രീം കളർ ഷർട്ടും ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അത് ഇക്കാക്ക് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ലിനനും കോട്ടണും ഒക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ട്രെൻഡ്സിൽ നിന്ന് മക്കൾക്കുള്ളതൊക്കെ കിട്ടി. അപ്പോൾ അവരും പാകാണോന്നൊക്കെ ഇട്ടൊക്കെ നോക്കി. ഇനിയിപ്പോൾ ബില്ലിംഗ് സെക്ഷനാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത തുക വരെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു മൈക്രോവേവ് അവൻ ഗിഫ്റ്റായിട്ട് കിട്ടി. ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സ്ട്രാ 999 രൂപ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്.
അങ്ങനെ ഇതാ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഇതെല്ലാം കൂടിയിട്ട് കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ഒരു സെക്യൂരിറ്റി റൂമില്ലേ അവിടെ ഇത് ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് മക്കൾക്ക് മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഐലൈനറോ അല്ലെങ്കിൽ പൗഡറോ ഒക്കെ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും അങ്ങനെ മേക്കപ്പ് ചെയ്യാറുള്ള വ്യക്തികളല്ല. ഇപ്രാവശ്യം അങ്ങനെ ഒരു ആഗ്രഹം മക്കൾ പറഞ്ഞപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ അവരിതാ ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരുക്കി കാണിച്ചു തരികയാണ്. മോള് പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് പറഞ്ഞിട്ട് അങ്ങനെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ കീശ കാലിയാവുന്നത് അറിയില്ല. അത്രയ്ക്ക് കത്തി റേറ്റാണ് ഓരോ സാധനവും. പിന്നെ പെൺകുട്ടികളല്ലേ, അവർക്ക് മൊഞ്ചത്തി ആയില്ലെങ്കിൽ ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വില നോക്കാൻ നിന്നില്ല, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ അവർ അപ്ലൈ ചെയ്ത് തന്നതൊക്കെ നമ്മൾ പിന്നെ പെട്ടെന്നങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടിതാ പിന്നെ അവിടെ നിന്ന് നടന്നു. പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയം വരെയും മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കറങ്ങിയടിച്ച് കണ്ടു. എന്നിട്ട് നോമ്പ് തുറക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഇതാ നോമ്പൊക്കെ തുറന്നു. ഈ ഒരു സ്ട്രോബെറി ഷേക്കും വാനില ഷേക്കും ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ KFCയുടെ പെരി പെരി ചിക്കനും കഴിച്ചു. അങ്ങനെ നോമ്പ് തുറക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ മക്കൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പിന്നെ പുട്ട് ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ കുടിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഈ ഒരു ലെമൺ ഷുഗർ കെയിനാണ് കേട്ടോ പിന്നെ വാങ്ങിയത്, കരിമ്പിൻ ജ്യൂസ്. പക്ഷേ മിൻറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ മെയിൻ ഫുഡായിട്ട് നമ്മൾ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കി. ക്വാണ്ടിറ്റി തീരെ കുറവായിരുന്നു. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാം നല്ല കത്തി റേറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടു. മാളിനുള്ളിൽ പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാം നല്ല എമൗണ്ട് ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പോണ വഴിക്ക് നമ്മളെ നാട്ടിലുള്ള കടയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മക്കൾ പിന്നെ അന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ നോക്കലും ഇട്ട് നോക്കലും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ മക്കൾക്കുള്ള സന്തോഷം അതൊക്കെയാണല്ലോ. നമുക്ക് പിന്നെ ഈ ഒരു കിച്ചൺ പ്രോഡക്റ്റിനോടാണല്ലോ കൂടുതലും താല്പര്യം. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഓവനൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുകയാണ്. ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നും എനിക്കില്ല. OTG ഓവനാണ്. ഓവൻ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇനിയിപ്പം വർക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ എന്ന്. ചിക്കൻ ഗ്രില്ല് ചെയ്യാനും കേക്ക് ബേക്ക് ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഈദ് പർച്ചേസിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തായാലും ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു ചുരിദാർ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഞാൻ ഈദിൻ്റെ അന്ന് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.